ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിനായി ഞാൻ തയ്യാറാക്കുന്ന മഷ്റൂം കറി കേട്ടോ. കൂണെന്ന് പറയും. പണ്ടൊക്കെ അത് പറമ്പിൽ നിന്നൊക്കെ പറിച്ചുണ്ടാക്കലേന്. ഇപ്പം നമുക്ക് അങ്ങനെ കിട്ടാമല്ലോ. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങണം. ഈ കൂണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇതിൻ്റെ ചിപ്പിക്കൂൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അത്ര ഉണ്ടാക്കില്ല. കാക്കൻ്റെ ശബ്ദം കേൾക്കണം. ഞാൻ വളർത്തുന്ന കാക്കല്ലോട്ട്, അതവിടെ ഉള്ളതാണ്. പിന്നെ മഷ്റൂം നല്ലോണം നന്നാക്കി പൊട്ടിച്ച് നന്നാക്കി പുഴുള്ള സൈസും ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. ഇതിൽ പുഴുവൊന്നുമില്ല. ഇത് നല്ല കൂണാണ്. ഇത് കഴുകി വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടെന്നാണ്. ആ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയപ്പോൾ ചട്ടിക്ക് ഇട്ടിട്ടുണ്ട്. മഷ്റൂം കറി വേറെ രീതിയിൽ വെക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഞാൻ നുറുക്കിയിട്ടുണ്ട്. ചെറിയ ഉള്ളി ചെറുതായോണ്ട് നുറുക്കിയിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. പച്ചമുളക് കീറിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ചതക്കി ഇടണവർക്ക് അങ്ങനെ ഇടാം. ഇനി അതിലേക്കായി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം, പൊടിക്കാത്ത പെരിഞ്ജീരകം ഞാൻ ഇട്ടത് കേട്ടോ, ഉപ്പ്, കറിവേപ്പില 2 തണ്ട്, ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കട്ടോ. ഇപ്പോൾ തളിച്ച് വന്നിട്ടുണ്ട്. തളിച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനായിട്ട് ഒരു തേങ്ങ പൊട്ടിച്ചാൽ തേങ്ങക്ക് ചെറിയ പൊട്ടിയിട്ട് അവിടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ടേസ്റ്റിനൊന്നും മാറ്റമല്ല. അപ്പോൾ ഞാൻ ഒരു നല്ല ഭാഗമൊക്കെ എടുത്ത് പൊട്ടിച്ച് ഞാൻ ചിരവേൽ ചിരകാതെ, ഇതാണ് എനിക്ക് എളുപ്പട്ടോ. ഞാൻ പൂണ്ടെടുത്തിട്ട് നുറുക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കുകയാണ് ചെയ്യാറ്. ചിരകി എടുക്കുമ്പോൾ പെട്ടെന്ന് മിക്സിക്ക് വലിയ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. തേങ്ങ എടുത്തിട്ട് നല്ലോണം നുറുക്കും. എന്നിട്ട് ചെറിയ ജാറിലിട്ട് കണ്ട് നുറുക്കിയെടുക്കും, അരച്ചെടുക്കും. ഇതിന് ഒരു സവാള എരിഞ്ഞ് പൊരിച്ചെടുക്കാനാട്ടോ. ഈ സവാള പൊരിച്ചിട്ട് അത് ആ കറിക്ക് ഇടാനുള്ളതാണ്. നല്ലോണം മൊരിഞ്ഞ് വരുന്ന സമയത്ത് കോരി മാറ്റി. ഇപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്.